വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനചിന്ത നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവമേടെ ആക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമായ പ്രോത്സാഹനവും മുന്നറിയിപ്പുകളും തരുന്ന ഒരു പുസ്തകമാണ്. ദൈവവചനം എല്ലാ പ്രായവിഭാഗത്തിലുമുള്ള വ്യക്തികൾക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ നൽകുവാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ തന്നെ പ്രത്യേക ഊന്നൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് യുവജനങ്ങൾ. യുവാക്കൾക്ക് ആവശ്യമായ പ്രത്യേക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സഭാപ്രസംഗി 12:1 വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, യൗവനം എന്നത് വളരെയധികം സാധ്യതകളും അവസരങ്ങളും ഉള്ള ഒരവസ്ഥയാണ്. ആ പ്രായത്തിൽ ഒരുപക്ഷെ നാം നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ വേദപുസ്തകം പറയുന്നു, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എപ്രകാരമാണ് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ യൗവനത്തിൽ ഓർക്കാൻ സാധിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ നാം ചെയ്യേണ്ടത്? നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1. നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക. യേശു ക്രിസ്തു പറഞ്ഞു, മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. മത്തായി 6:33. നമുക്ക് ശക്തിയും ആരോഗ്യവുമുള്ള യൗവനകാലത്ത് നാം പലതരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലും തൊഴിൽ മേഖലയോടും ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിലും ഒക്കെ നാം തീരുമാനങ്ങൾ എടുത്തേക്കാം. എന്നാൽ നമ്മുടെ ഏത് തീരുമാനങ്ങളും ദൈവനാമമഹത്വത്തിനായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കുവാൻ ആവശ്യമുണ്ട്. നാം ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക വിജയത്തിനായി തീരുകയും ചെയ്യും. 2. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. എഫേസ്യർ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. നാം യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരായുസ് മുഴുവൻ ചെലവഴിച്ച് നമ്മളെ സ്വന്തം കാലിൽ നിൽക്കുമാറാക്കിയ നമ്മുടെ മാതാപിതാക്കൾ പ്രായമുള്ളവരും രോഗികളും ഒക്കെ ആയിത്തീരുവാൻ സാധ്യതയുണ്ട്. അവരുടെ ആവശ്യ സമയത്ത് നമുക്ക് ആരോഗ്യവും കഴിവുമുള്ളപ്പോൾ അവരെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുവാനും നമുക്ക് സാധിക്കണം. അത് ദൈവസന്നിധിയിൽ ന്യായമാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. 3. യൗവനമോഹങ്ങളെ വിട്ടോടുക. യൗവനം എന്നത് മോഹിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മനസ്സിലും ശരീരത്തിലും പല വിധത്തിലുള്ള മോഹങ്ങൾ ഉത്ഭവിക്കുന്ന, ആധിക്യവും അനുഭവപ്പെടുന്ന ഒരു കാലമാണത്. നമ്മുടെ ശത്രുവായ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ച് നമ്മെ വീഴ്ച കളവാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനം. ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ മോഹങ്ങളെ അതിജീവിച്ചില്ലെങ്കിൽ നാം പാപത്തെ അകപ്പെടുവാൻ വളരെയധികം സാധ്യതകളുണ്ട്. പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയുന്നു, യൗവനമോഹങ്ങളെ വിട്ടോടുക. 2 തിമോത്തിയോസ് 2:22. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നമ്മുടെ തലമുറയിൽ അനന്യരായി വിരോധിക്ക് നമ്മെക്കൊണ്ട് ഒരപവാദവും പറയുവാൻ അവസരമില്ലാത്തവരായി നിൽക്കുവാൻ നമുക്ക് വലിയവനായ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. 4. ദൈവനാമമഹത്വത്തിനായി നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കുക. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. കഴിവുകളില്ലാത്തവരായി ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ അല്ലെങ്കിൽ താലന്തുകൾ ദൈവനാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നാം ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുത്തുന്നത്. മത്തായി 25:14-15 വാക്യങ്ങളിൽ പറയുന്നത് പോലെ 5 താലന്തും 2 താലന്തും 1 താലന്തും ഒക്കെ ലഭിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. എന്നാൽ ഈ 5 താലന്തും 2 താലന്തും ലഭിച്ചവരെ പോലെ മറ്റൊരു 5 താലന്തും 2 താലന്തും നാം നേടുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് നാം അർഹരായിത്തീരുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ച താലന്തുകൾ നാം പ്രയോജനമില്ലാതെ മറച്ചു വെച്ചാൽ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന വിളിക്കായിരിക്കും നാം അർഹരായിത്തീരുക. അതുകൊണ്ട് നമ്മുടെ യൗവനകാലത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകളെ ദൈവനാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ളവരെ, യൗവനം അനന്ത സാധ്യതകളുടെ ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ യൗവനത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും അതുപോലെ യൗവനമോഹങ്ങളെ വിട്ട് ഓടുവാൻ മനസ്സ് വെച്ചും നമുക്ക് ലഭിച്ച താലന്തുകളെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമാറ് ദൈവനാമമഹത്വത്തിനായി നാം വിനിയോഗിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ യൗവനകാലം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.